അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കമന്റ് റിയാക്ഷൻ ആദ്യം കാണാം. അതായത് ആദ്യം നമുക്ക് ചാനലിലെ കമന്റ് റിയാക്ഷൻ കാണാം. അതായത് നമ്മുടെ ആ ടർഫ് വീഡിയോ ഇട്ടതിന്റെ റിയൽ ഫ്രസ്ട്രേഷൻ, അതായത് ഇത്രയും ഇങ്ങനെ കുരു പൊട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള സങ്കടം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ആടാമ എടുക്കട്ടെ TV downfall started BLC coming. അമ്പടാ കാസ്റ്റർ ഗെയിമിംഗ് മൊയിലു നമുക്ക് BLC ഗ്യാങ് പർച്ചേസ് ചെയ്തത്. എടാ സംഭവം BLC ഗ്യാങ് ഞാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ ലവ് ഫ്രം BLC എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതെന്നാണ് ഇന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. MRC തോട്ടേക്കു ടേക്ക് ടർഫ് KV വേഴ്സസ് MRC കിക്ക് സ്ട്രീം ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഇന്ന് രാവിലെ ഇട്ടതാണ്. രാവിലെ ഇട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. 250 കമന്റ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ചൊറിയന്മാരുടെ ഒരു മറ്റേ എന്താ പറയാ കുൽസിത പ്രവർത്തികൾ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഞാൻ ഇവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ചന്തിൽ തലച്ചോറ് വെച്ച് ഇവിടെ വന്ന് കരയുന്നവരുടെ ശ്രദ്ധക്ക് ഇത് കിക്ക് ലൈവ് സ്ട്രീം ഹൈലൈറ്റ്സ് ആണ്. ലാസ്റ്റ് 2-3 വീഡിയോസ് എടുത്താൽ ഇതുപോലെ കാണാം. ഞാനല്ല കുക്കുഡാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കാണാം. ഇവിടെ കുക്കുഡാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ താഴെ കമന്റ് ബോക്സിൽ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ സാധനത്തിന്റെ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇതിന്റെ കമന്റ് ബോക്സിന്റെ സാമാനം ഇപ്പൊ എവിടുന്ന കാണാം. ഇത് കാണാം. ഇതിപ്പോ ഫസ്റ്റ് ഇതിൽ തന്നെ കാണാം. ഇതിൽ വെച്ച് തന്നെ ആശാന്മാർ ഇവിടെ വന്നിട്ട് ഇട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കോമ്പറ്റീഷൻ തന്നാൽ ഒരു വീഡിയോ ഒക്കെ ഇറക്കായിരുന്നു പറഞ്ഞിട്ട് അന്ന് കണ്ട് ഇവനാണ് മെയിൻ കടി. മെയിൻ കടി ഇവൻക്കാണ് ഉള്ളത്. അതെ, അണ്ണനും കാർലോ പണ്ട് തൊട്ടേ മാസാണ്. അണ്ണൻ അപ്പാപ്പൻ കള്ളവടി വെച്ചപ്പോൾ കിട്ടിയ 2 സംഭാരങ്ങള്. ഇവന്റെ DP ആണ് ഗൈസ്. ഇവന്റെ DP വിഷയം സാരാണ്. ഇത് കണ്ടതുണ്ടോ? ഇപ്പൊ കാണുന്നത് ശ്രേയ മോർ അബൌട്ട് ദിസ് ചാനൽ ജോയിൻഡ് 19 ഒക്ടോബർ 2025. ആശാന്റെ DP ആണോ? എടാ ഇജാതി ഇത്ര ഡെഡിക്കേഷൻ നോക്ക്. ഇവന് ഈ സാധനം എവിടെ ChatGPT എവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി ഇതേപോലത്തെ സാധനം വരെ ഉണ്ടാക്കിയത്. ഇജാതി സാധനം ഗൈസ്. ശ്രേയക്കുട്ടിയാണ്. ശ്രേയക്കുട്ടിയുടെ ഓരോ കുൽസിത പ്രവർത്തികളാണ്. ഡെഡിക്കേറ്റഡ് ഫുഡാ. സത്യം ഡെഡിക്കേറ്റഡ്. ഇവന് ഈ സാധനം കൊണ്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൻ ഉണ്ടാക്കി വെച്ച സാമാനാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതേപോലെ ഇത് ഒരെണ്ണം എന്നല്ല, ഇതേപോലെ ഒന്നോ രണ്ടെണ്ണമല്ല, ഇതേപോലെ ലവ് ഫ്രം ഇവിടെ കിടക്കുന്നത് ലവ് ഫ്രം BLC മോർണിംഗ് തന്നെ അവര് സേഫ് സോണ് കയറ്റാറുണ്ട്. അതൊക്കെ ഇവിടെ ഇതാണ്. പിന്നെ വിനിയൊന്ന് കുറെ കമന്റ്സ് ഒക്കെ കളഞ്ഞു തോന്നുന്നു. അതോ അയ്യോ ചാറ്റ് പോയോ? ഷിറ്റ്, ശ്രേയക്കുട്ടിയുടെ പോയോ? പിന്നെ ഇതിൽ എവിടൊക്കെയാ ഉണ്ടായിരുന്നു? ഇതില് കുറച്ച് കരച്ചിലുകൾ കാണാമായിരുന്നു. ഇപ്പൊ സിറ്റി കയറി അന്വേഷിച്ച് സോണ്. പിന്നെ ബാക്കിയുടെ 3 മന്ത്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞോളോട് അതൊക്കെ അവരുടേതാണ്. ഇവിടെ പിന്നെ കുറെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണോ മോനെ. KVനെ അടിച്ച സീരാകും. പാവങ്ങളെ സോണി കയറ്റായിരുന്നു. അയ്യെ KVക്ക് പേടി MRC സോണി കയറ്റില്ല. അവർക്ക് കയറിയല്ല അടിക്കാൻ പറ്റുന്നത്. ചുമ്മാ സോണിൽ കയറ്റാതെ അടിച്ചിട്ട്. അതൊക്കെ അവന്റെ സർക്കാസ്റ്റിക്കാന്ന് പറയാം. 3 പെർമനന്റ് ബാന്. കാസ്റ്റോടെ വീഡിയോ അഡ്മിറ്റ് സാബി ആയിട്ട് സ്ട്രോബെറി എലിഫന്റ് ബിയോളിറ്റ് അവലിറ്റി മിസ്റ്റർ സൺഡേ 6 അവർ ലെഗസി വെരി ബാഡ് ബ്രോ. ഇതൊന്നും അത്ര നല്ലതല്ല. കൊന്നു കുഴിച്ചു മൂടിയിട്ട് ആ കുഴി തുറന്ന് അവനെയൊക്കെ പുറത്തെടുത്ത് അവരാധിക്കുന്ന ഇതൊന്നും അത്ര നല്ലതല്ല. അവന്മാരുടെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമാണെന്ന് കരുതി ഇങ്ങനെ കരയിക്കല്ലേ. എത്ര വിഷമം കാണും പിള്ളേർക്ക്. ഇതൊക്കെ അവരുടെ തന്നെതാണ്. 2-3 മാസം മുന്നേ ജോയിൻ ചെയ്ത് കോർഡിനേഷൻ സെറ്റാവാത്ത ടീം ഇങ്ങനെ അടിച്ച് മേലെ ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലും MRC തോട്ട് ദേ കുഡ് ടേക്ക് ഔട്ട് ഓഫ്. MRCയിൽ ആരും ഇത് പറഞ്ഞിട്ടില്ല. കണ്ടന്റ് ഇറക്കി മാസാക്കുന്ന ഇവന്റെ ഒക്കെ ഡെസ്പറേഷൻ ഇപ്പം മനസ്സിലായി. KVക്ക് തലയിൽ അല്ല ചതിയിൽ പോലും ബ്രെയിനില്ല. BLC ഫുൾ BLC മോല് VC വരുമോ? അടാ VC വരാം. എടാ ഞാൻ എന്റെ VCയിലിട്ട് കക്കാശി ഇവിടെ ലോക്കി അവരും വരാതെ പറഞ്ഞത്. എടാ എന്റെ VC വരുമോ? എന്റെ VC വരുമോ? ഞാൻ ലൈവ് സ്ട്രീം VCയിൽ വരാം. ലൈവ് സ്ട്രീം VCയിലുണ്ട് കക്കാശി. ഇത് കഴിഞ്ഞ് കക്കു ലൈവ് റിയാക്ട് കട ഒറ്റകളുടെ കരച്ചില്. എടാ ഹലോ വെയിറ്റിംഗ് ആയിരുന്നു പോയിട്ട്.
എടാ ഇന്ന് രാവിലെ ഒരു കണ്ടന്റ് ഇട്ടയില് തുടങ്ങിയുള്ള കരച്ചിലാണ് പറ്റുള്ള ഈ സാമാനം അതില് കാണാൻ. അവൻ പറഞ്ഞില്ലേ അവിടെ ആരും പറഞ്ഞിട്ടില്ല ആഹാ. ടർഫ് അടിച്ചെടുക്കുന്നെന്ന്. ആഹാ. ആ കുറിപ്പ് പറഞ്ഞ സാധനം ആ. ഇവനോട് ഇവരെ ചാറ്റിൽ എല്ലാരോടും പറഞ്ഞിട്ട് നമ്മൾ ടർഫ് അടിച്ചെടുത്തിരിക്കും ഗൈസ്, നിങ്ങൾ ഇത് കണ്ടോ. ആ ആഹാ. കുറിപ്പ് തന്നെ പറയും. ഈ പൊട്ട ഇത് കാണാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ നമ്മൾ അതണ്ട് എടാ അത് മാത്രല്ല, ഞാൻ ആ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് MRC തോട്ട് എന്നാണ്. അതായത് അവർ വിചാരിച്ചു അതായത് അവർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഈ സിറ്റി കളിക്കുന്ന ഏത് ഗ്യാങ് ഒരു ടർഫ് ഇത്രയും പോയിന്റ്സ് 48 പോയിന്റ്സ് പറഞ്ഞ ചുമ്മാ ഉണ്ടാക്കുന്നല്ലോ. അത്രയും പോയിന്റ്സ് കൊടുത്തിട്ട് ഈ സാധനം അടിച്ചെടുക്കുന്ന പറഞ്ഞാൽ എത്ര 4800 മണിക്കൂറല്ലേ? 4800 മണിക്കൂർ. അപ്പൊ അത് എടുത്തെടുക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെ, അല്ലാണ്ട് തോക്കാൻ വേണ്ടിട്ട് ഒന്ന് ട്രൈ നോക്കാനല്ല, ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതാ ടൈറ്റിൽ കൊടുത്തത്. അത് ക്ലിക്ക് ബൈറ്റ് ടൈറ്റിൽ. ഇനി അങ്ങനെ ഞങ്ങൾ ജയിച്ചിട്ടാണ് കണ്ടന്റ് ഇറക്കിയത്. ഞങ്ങൾ ജയിച്ചിട്ടാണ് കണ്ടന്റ് ഇറക്കിയുള്ളത്. അതിന് ഇത്ര കുരു പൊട്ടേണ്ട കാര്യം എന്താ? നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ കണ്ടന്റ് ഇറക്കിക്കോ. ഇപ്പൊ നിങ്ങളുടെ കുറുപ്പ് മറ്റേ നുറുക്കിടേനി ഒരു കണ്ടന്റ് ഇറക്കിയതല്ലേ, മറ്റേ പബ്ജി വിസിൽ അടിച്ചിട്ടിട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ അവിടെ പോയിട്ട് എന്തിനും എന്റെ ഫേസ് ക്യാം ആഡ് ചെയ്തിട്ട് ഇതേപോലെ കണ്ടന്റ് ഇറക്കി ഷോർട്സ് ഇറക്കിയ നാണുണ്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാപ്പത്തി മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് തിരിച്ച് അതിനുള്ള പിറ്റേ ദിവസം എന്റെ ഫൈനലിലെ തിരിച്ചടിച്ച് അണ്ണാക്കി കൊടുത്തു. എന്നിട്ട് അത് തിരിച്ച് കണ്ടന്റ് ഇറക്കി. അത് അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് കണ്ടന്റ് ഇറക്കി. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആരും ഉറപ്പ് അങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇതിന് കുറച്ച് പൊളിഞ്ഞ് ടർഫ് അടിച്ചിട്ട് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ ടർഫ് അടിച്ചെടുത്തിട്ട് കണ്ടന്റ് ഇറക്കുക. എന്നിട്ട് ഡയലോഗ് അടിക്കുക, അവരാധിക്കുക. അപ്പൊ നമ്മൾ ആപത്തി ഉണ്ടായിരുന്നോളാം. അല്ലെങ്കിൽ നമ്മൾ തോറ്റു അക്സെപ്റ്റ് ചെയ്തോളാം. ഇത് അറ്റ്ലീസ്റ്റ് തോറ്റ് കഴിഞ്ഞാൽ തോറ്റു എന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഒന്നും ഈ MRC മെമ്പേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ MRC ഗ്യാങ് കോ ലീഡേഴ്സിനോ അവരോടൊന്നുമല്ല. ഈ പറയുന്ന ഈ ചന്തിയിൽ പോലും തലച്ചോറില്ലാത്ത മറ്റേ കുണ്ടിയുടെ അകത്ത് തലച്ചോറ് വെച്ച് കയറ്റി കിടക്കുന്ന ഇതേപോലത്തെ കൃമി വാണങ്ങളോടാണ് ഈ പറയുന്നത്. അവരുടെ അടുത്താണ്. അല്ലാണ്ട് ഈ പറയുന്നത് കാരണം ഇന്നലെ വേറൊന്നും ഇപ്പൊ കെവിനാണെങ്കിലും അങ്ങനെ ബാഡായിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല, ഗ്യാങ് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ കോ ലീഡേഴ്സിനെ അവരെ ഉദ്ദേശിച്ചൊന്നുമല്ല ഈ സംഭവം പറയണത്. ഇത് ഇതേപോലത്തെ മറ്റേ കുണ്ടിക്കകത്ത് തലച്ചോറ് ഒരു ഇച്ചിരി ഉള്ള ആ തീട്ടങ്ങളോടാണ് പറയുന്നത്. ഇതേപോലെ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കോണ മാറ്റിയിട്ട് സ്വന്തം ഗ്യാങ്ങിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. കോണ വാ പൊത്തി മുണ്ടാണ്ടിരുന്നിട്ട് കോണ മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത ടർഫോ അല്ലെങ്കിൽ വാർ എന്തെങ്കിലും അടിച്ചെടുത്തിട്ട് 2 കോണ അടിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കേൾക്കാനെങ്കിലും അല്ലേ ഓക്കെ നമ്മൾ അവർ ജയിച്ചോണ്ടാണല്ലോ അതെങ്കിലും പറയാം. ഇത് അതല്ലാണ്ട് ചുമ്മാ നമ്മൾ ഒരു ടർഫിന്റെ കണ്ടന്റ് അത് ജയിച്ചു കയറിട്ട് അത് ഇട്ടേന് അതിന്റെ അകത്ത് വന്നിട്ട് കിടന്ന് കരഞ്ഞ് മെഴുകി ഇതാക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കണ്ടന്റ് എഡിറ്റ് ചെയ്തതും ഈ കണ്ടന്റ് അപ്ലോഡ് ആക്കിയത് ഞാനല്ല. എന്റെ ചാനലിൽ ലാസ്റ്റത്തെ 2-3 വീഡിയോസ് നോക്കിയാലും അറിയാം. ഇതേപോലെ കിക്ക് സ്ട്രീം ഹൈലൈറ്റ്സ് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കുക്കുടുവിനോട് ഞാൻ ഇടാൻ പറഞ്ഞതാണ്. അതും കുക്കുടുവിന് ഇടാൻ പറഞ്ഞതാണ്. അതായത് ഡെയിലി കിക്കിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു കിക്ക് സ്ട്രീം ഹൈലൈറ്റ്സ് പറഞ്ഞിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഇതേപോലെ കണ്ടന്റ് ഇടാൻ പറഞ്ഞതാണ്. അവൾ എഡിറ്റ് ചെയ്താണ്. അവൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അവൾ എഡിറ്റ് ചെയ്തിട്ടുള്ള തബ്ബനയിലാണ്. അവൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. സോ അവളാണ് ഈ കാര്യങ്ങൾ എൻ്റെ ചാനലിൽ മാനേജ് ചെയ്യുന്നത്, ഈ സംഭവങ്ങൾ കിക്ക് സ്ട്രീം ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ അത് എഡിറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ചെറിയൊരു സാധനം തന്നെ മറ്റേ റീലാക്കിയിട്ട് അതിനൊരു കൗണ്ടർ വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആശാന്മാർക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ബ്രെയിൻലെസ് ഫാൻസിന് നല്ല രീതിക്ക് പൊളിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ ടർഫിന്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല ചെയ്യാനായിട്ട്. നിങ്ങൾ എന്താ പറയുക, ഈ സാധനം എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ടൊരു ഒരു മര്യാദക്ക് ഒരു ഫൈറ്റ് എന്തെങ്കിലും ഉണ്ടായില്ലാടാ, ഒരു നല്ലൊരു കണ്ടന്റെങ്കിലും ഇറക്കാൻ പറ്റുള്ളൂ. ഇത് അതുപോലും ഉണ്ടായില്ല. മര്യാദക്ക് സോണിൽ കയറിയിട്ട് ഒരു മര്യാദക്കൊന്നും വീഡിയോ ആകുമ്പോഴുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഇത് വെച്ചിട്ട് കണ്ടന്റ് അല്ലേ ഇറക്കുന്നത്, നമ്മൾ കണ്ടന്റ് അല്ലേ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണമല്ലോ. അതെ അതെ അതെ. അല്ലാതെ നമ്മൾ വരുന്നവരെല്ലാം അടിച്ചിരുന്ന് മാത്രം അതൊരു കണ്ടന്റ് അല്ലല്ലോ. കാരണം ആകെപ്പാട് ഒരു ഡൗണ്, നമുക്ക് ആകെപ്പാട് വന്ന ഒരു ഒറ്റ ഡൗൺ ആണ്. സത്യം. ബാക്കി നമ്മൾ ഫ്ലോലെസ് ആയിട്ടാണ് വന്നത്. അതന്നെ, ഇത് ഒന്നും തന്നെ ഇല്ല ഇതിലാക്കാനാണെങ്കിലും. സോ ഇത്രേ പറയാനുള്ളൂ. ഇവിടെ ഒന്ന് കരഞ്ഞു വഴുകേണ്ട ആവശ്യമില്ല. ഇവിടെ ചാറ്റിൽ ഇതിലാണെങ്കിലും വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ഈ പറയുന്ന അണ്ണന്മാരോട് മറ്റേ സിറ്റി കയറാൻ പറ. സിറ്റി കയറിയിട്ട് ഇതേപോലെ ഈ പറഞ്ഞുള്ളത് തിരിച്ചു ചോദിക്കാൻ പറ. അവിടെ എന്നൊരു സിറ്റി കയറുന്നടാ, ഇന്നോ ആരോ 1-2 പേര് കയറി എന്നൊക്കെ കേട്ടായിരുന്നു. ഓരോ ടൈം ഓരോ ഇത്ര ടൈമിലേയും വെച്ചായിരുന്നല്ലോ. ആദ്യം ആരായിരുന്നു, കരിമീൻ കോടാ. അത് കഴിഞ്ഞ് രാജ് കയറിയിട്ട് കരിമീൻ കയറി. പിന്നെ ഇന്നലെ പിന്നെ അത് കഴിഞ്ഞ് ഇവൻ കയറി സെന്റെക്സ്. കുറച്ച് ഒരു 2 മണിക്കൂർ മുന്നേ തുടങ്ങി. കാസ്ട്രോ അവർക്ക് കറണ്ട് ഇല്ല. നല്ല ഉത്തരം. കാസ്ട്രോയ്ക്ക് കറണ്ട് ഇല്ല. ഞാൻ പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതേപോലെ അവർക്ക് വണ്ടി ഇല്ല, വണ്ടി അവരെ കളഞ്ഞു. വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടിയൊക്കെ ശരിയാക്കി നിങ്ങളെ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഈ പറയുന്ന TVനെ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വണ്ടി ഉണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്ത്. അപ്പൊ എന്താ വണ്ടിയും വണ്ടിയൊന്നും ഉണ്ടായില്ല. അപ്പൊ വണ്ടി ഉണ്ടായില്ലേ? ചുമ്മാ കിടന്ന് ഓരോ ന്യായങ്ങൾ പറയാ. വണ്ടി ഇല്ല, കറണ്ട് ഇല്ല, പറയില്ല. ഈ പറയുന്ന കറണ്ട് ഇല്ലാത്തവരല്ലേ അപ്പൊ കയറിയുള്ളത്. വണ്ടി ഇല്ല. ഇനിയിപ്പോ വണ്ടി ഇല്ലെങ്കിൽ പറ, നമുക്ക് വണ്ടി ഇല്ലാണ്ട് നമുക്ക് മറ്റേ ഇതാക്കാം, മാരത്തോൺ റേസ് ആക്കാം. നിങ്ങളൊരു സൈഡിൽ നിന്ന് പോവാം, നമ്മള് സൈഡിൽ നിന്ന് ഓടി വരാം. നിങ്ങളൊരു സ്ഥലം പറഞ്ഞാൽ മതി, നമ്മളതിന്റെ ഓപ്പോസിറ്റ് വരാം.
വണ്ടി വേറെ കൂട്ടിയില്ലെങ്കിൽ ബൈഫൂട്ട് അതന്നെ ബൈഫൂട്ടി അതന്നെ ബൈഫൂട്ട് അല്ല വണ്ടി ഇല്ലാത്ത പ്രശ്നമെങ്കിൽ നമ്മളും ബൈഫൂട്ട് വരാം. വണ്ടി എവിടെയെങ്കിലും ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ നടന്ന് ഓടി വരാം. അപ്പൊ ചുമ്മാ കിടന്ന് വണ്ടിയില്ല കുണ്ടില്ല ഇത് പറഞ്ഞ ന്യായം പറയാൻ നിൽക്കണ്ട. അത് ഈ പറയുന്നതെല്ലാം ഞാൻ പ്രത്യേകം പറയുന്ന ഈ പറയുന്നതെല്ലാം ഞാൻ മെമ്പേഴ്സിനോടൊന്നല്ല, അല്ലെങ്കിൽ അവരാരും അവരയച്ചൊന്നുമില്ല. ഈ പറയുന്ന കുണ്ടിയിൽ ബ്രെയിനുള്ള ഈ വാണങ്ങളോടാണ്. ഇവിടെ വന്ന് ഇവിടെ കമന്റ് ബോക്സിൽ ഇവിടെ വന്നിട്ട് മെഴുകുന്ന ഇതേപോലത്തെ ഇവൻ അപ്പാപ്പൻ ഇതേപോലെ എടാ ആ സാധനം കണ്ടിരുന്നറ ഇതിന്റെ വിഷയ സാരാണ്. അപ്പാപ്പന്റെ ആണോ? അപ്പാപ്പന്റെ അത് വെച്ച് കരഞ്ഞു മെഴുകുന്ന അവന്മാരോടാണ് ഈ പറയുന്നുള്ളത്. കൊണ 100 കഴിവ് 0%. അത്രേ ഉള്ളൂ. ഇതന്നെ ഈ പറയുന്നവന്മാർക്ക് ഈ കൊണ മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പീഡി വരെ പ്ലക്കിയിട്ട് ഇതായതല്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് മറ്റേ ഒരു ടീം കോർഡിനേഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്നിട്ട് വന്ന് കൊണ അടിക്കുക. ഈ പറയുന്ന ടാർഗറ്റിങ് അണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കയ്യിലിരിപ്പിന്റെ കൊണാണ്. ഈ പറയുന്ന ഇതേപോലത്തെ ഓരോന്ന് ഞാൻ ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയാറില്ല. എനിക്ക് സത്യം പറയുന്ന തൊട്ടിട്ട് ഇന്ന് മൊത്തം തന്നെ മറ്റേ ഇന്നൊരു ഇൻസ്റ്റയിൽ റീലുണ്ട്, അതിന്റെ ഇടയിലും വന്നിട്ട് ഇതേപോലെ ഇതേപോലെ പട്ടിപ്പൂറി പോലെ തേങ്ങ മാങ്ങ പറഞ്ഞ ഏതോ ഒരുത്തം പറഞ്ഞു. ഞാൻ പിന്നെ റെസ്ട്രിക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഏതോ ഒരു അക്കൗണ്ട് വന്നിട്ട്. അപ്പൊ ഇതേപോലെ വരുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞുള്ളത്. അല്ലാണ്ട് എനിക്ക് ഈ കടന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. VLC വീഡിയോ നോക്കാം, VLC വീഡിയോ കാണാം. ഏറ്റവും കൂടുതൽ ഫാൻ പേജ് ഒരു കമന്റ് ഉണ്ടാണ്, അതായത് ഇവർക്ക് കോർഡിനേഷൻ ഇല്ല, ഇവര് പ്ലേയേഴ്സ് തമ്മിൽ സിങ്ക് ആയിട്ടില്ല നോക്കിയത്. ഇതൊക്കെ നമ്മളാണ് കൊണ്ട് കൊടുക്കേണ്ടത്. എടാ ഇവര് 3 മാസം ഇനി ഒന്നുമല്ല. ഞാൻ പറയട്ടെ, 5-6 ഗ്യാങ്ങിന് അടിച്ച സ്ട്രീക്കിൽ ഓൺ സ്ട്രീക്ക് മറ്റവര് വന്ന് അടിക്കും, ഇവര് വന്ന് അടിക്കുന്ന വലിയ ആളാ അവര് തന്നെയല്ലേ അടിച്ച്. ഇതൊന്നും നമ്മള് സൈബർ അറ്റാക്കിന് വരെ എരകൂടി ബീസ്ട്രോ ഗ്യാസ്ട്രോ. അയ്യോ ഈഗിളെടാ, ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ട് ഈ സാധനം കുക്കുട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനൊന്നും ചെയ്തില്ല. കുക്കുട് തന്നെ ഇതിന്റെ തബ്ബരയിൽ എഡിറ്റ് ചെയ്ത് മറ്റേ ജെബിരി വെച്ചിട്ട് തബ്ബരയിൽ സെറ്റാക്കി വീഡിയോ അപ്ലോഡ് ആക്കി. അതിൽ വന്ന് ഫുള്ള് കരച്ചിലായിരുന്നു. ഫുൾ ഇതിന്റെ താഴെ വന്നിട്ട് അണ്ണനെയും പറഞ്ഞു ഇതേപോലെ ഈഗിള് ഈ പിക്ക് കണ്ടായിരുന്നോ? ഒരു വിഷയം പിക്ക് ഉണ്ടേ, ഇത് കണ്ടായിരുന്നോ? അണ്ണന്റെ ഡെഡിക്കേറ്റഡ് പിക്ക് കണ്ടായിരുന്നോ? കുട്ടിയുടെ ഡെഡിക്കേറ്റഡ് പിക്ക് ജാതി ആയിട്ടോ. ആശ വന്ന് കരച്ചിലായിരുന്നു. ആശ വന്നിട്ട് ഇതേപോലെ എന്താ പറഞ്ഞു അണ്ണനും കാർലോ പണ്ട് തൊട്ടേ അപ്പാപ്പൻ കള്ളവടി വെച്ചപ്പോ കിട്ടിയ 2 സമ്മാനങ്ങൾ പറഞ്ഞിട്ട് വിടന്ന് എന്താ അറിയോ മറ്റേ കരച്ചിൽ ഇതോടെ ചാറ്റിൽ വന്നു. ഞാൻ ആ സാധനം ഞാൻ പോലും എഡിറ്റ് ആക്കിയുള്ള സാധനമല്ലോ, അത് അപ്ലോഡ് ആക്കി ജസ്റ്റ് ജയിച്ചു. അതൊരു കണ്ടന്റ് മറ്റേ ലൈവ് സ്ട്രീം ഹൈലൈറ്റ്സ് പറഞ്ഞിട്ട് അതിന് വരെ ഇവിടെ വന്ന് കരച്ചിൽ. ഇതേപോലെ പിന്നെ ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ടുണ്ട്, അതിലും വന്ന് കരച്ചില്. എന്റെ അമ്മോ, ഞാൻ പിന്നെ കമന്റ് മെസ്സേജ് ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ അതിലെന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അധികം നോക്കാറില്ലേ മെസ്സേജ് സംഭവങ്ങള്. അതോട് അത് നോക്കിയില്ല. കാരണം ഞാൻ അവരുടെ എല്ലാ വീഡിയോക്കും അവർക്കെതിരെ കമന്റ് ഇട്ട് ഇപ്പോൾ എനിക്ക് വൈറ്റി തിരക്കുമ്പോ ഫുൾ ലാഗ്. എപ്പോഴും ലീഡർ തൊപ്പിന്റെ പേരാ ഒന്നുമല്ലേ റാംബോ ലീഡർ ആവുള്ളൂ. എപ്പോഴും ലീഡർ തൊപ്പിന്റെ പേരാണ് ഒന്നല്ലുള്ള റാംബോ ലീഡർ ആവുള്ളൂ. റാംബോന്റെ ഞാനൊന്നും പറയുന്നില്ല, അത് നമ്മളൊന്നും പറയാത്ത. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആകെ സിറ്റിക്കകത്തുള്ള സംഭവത്തിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഞാനിപ്പോൾ ഈ പറഞ്ഞെല്ലാം ഇതേപോലെ ഈ കരഞ്ഞു ഒഴുകുന്ന ഈ ബ്രെയിൻലെസ് ഫാൻസിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഇതാക്കിയിട്ടൊന്നുമില്ല. ബാക്കി അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സിറ്റിക്കകത്തുള്ളതാണ്, നമുക്ക് സിറ്റിക്കകത്ത് തീർക്കാം. അപ്പോൾ ഈ സിറ്റുവേഷന്റെ അപ്പാപ്പൻ്റെ ആ സിറ്റുവേഷനുകൾ നമ്മളത് സിറ്റിക്കകത്ത് വിളിച്ച് അത് തീർത്തോളാം. ഈ പറയുന്ന ഇതേപോലെ ഈ ചാറ്റിൽ ഒന്ന് ഈ കോണ അടിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ കബഡിൽ പോയിട്ട് ഇതേപോലെ ഇടുന്ന ഇതിൽ ഈ സമ്മാനങ്ങളോ പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയിച്ച കമന്റ് ഇട്ടോ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടർഫ് വാറ എന്തുണ്ടല്ലോ നിങ്ങൾക്ക് വിളിക്കായിരുന്നു. ഇപ്പൊ 2 ദിവസം മുന്നേ ടർഫ് ഓപ്ഷൻ വന്നിരുന്നു. ഒരൊറ്റ മനുഷ്യൻ്റെ കുട്ടിനെ അവിടെ കണ്ടിട്ടില്ല. പിന്നെ അത് എനിക്ക് തോന്നുന്ന ലോയൽറ്റി പോയിന്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക വരാഞ്ഞ്. അല്ലെങ്കിൽ അവിടെ വെറുതെ പോയത്. സത്യം 4500 വെറുതെ പോയത്, പോലും കേറിയില്ല. എടാ അതിന് വരെ ഞാൻ ഇപ്പൊ നേരത്തെ കമന്റ് അതിന് വരെ പറഞ്ഞത് ഞങ്ങളത് ജയിക്കാൻ വേണ്ടി കളിച്ചോന്നല്ല, ഞങ്ങളത് ജയിക്കാൻ വേണ്ടിയിട്ട് കളിച്ചോന്നല്ല. 3 മാസത്തെ കോർഡിനേഷൻ. ഈ പറയുന്ന ടർഫ് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലം അറിയോ? എത്ര കാലത്തിന് ശേഷം ടർഫ് വന്നതെന്ന് അറിയോ? അതിനുശേഷം നമ്മുടെ കേവിൽ എത്ര റിക്രൂട്ട്സ് പുതിയ ആൾക്കാർ എത്ര കാലം വന്ന്. ഈ പറയുന്ന സ്പൈഡി ഇവരൊന്നും എന്റെ പോലൊന്നും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടൊന്നുമില്ല. ഇവരെല്ലാരും കളിക്കുന്ന സ്ട്രാറ്റജി പോലല്ല. കയറാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഒഴിഞ്ഞു കൊടുത്തു. ഈ പറയുന്ന നമ്മുടെ കേവിയിലും പുതിയ റിക്രൂട്ട്സ് ഉണ്ട്, പറയുന്ന ടിവിയിലും പുതിയ റിക്രൂട്ട്സ് ഉണ്ട്. ഇവരൊക്കെ ടർഫ് കളിക്കുന്നത് പണ്ട് തൊട്ടേ 6 വർഷമായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ലൈനപ്പ് അല്ല. ഓരോ ടൈമിലും ഓരോരോ ആൾക്കാർ മാറി വരുന്നുണ്ട്. സിറ്റിക്കകത്തോ എന്താ കാസ്ട്രോ വട്ടത്തിന് പറയുന്നത് അവർക്ക് ആകെ അറിയാതെ വെളിയിൽ അങ്ങനെ കമന്റ് ഇടാനാണ്. എന്റെ പൊന്നെ ഈകളെ ഈ സംഭവം ഇവറ്റകളെ കൊണ്ട് ഒരു സ്വൈര്യല്ല. മറ്റേ ഇൻസ്റ്റയിൽ എടുത്താലും പട്ടിപ്പുറി പോലെ എടാ പറഞ്ഞു. ഞാൻ ആദ്യം അമ്മയ്ക്ക് അയ്യോ ഞാൻ മറ്റേ ഒറിയോനെ കൂടിയിട്ട് അതിലും വന്നിട്ട് ഇതേപോലെ പട്ടിപ്പുറി പോലെ എടാ
അവസാനം അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കളഞ്ഞിട്ടില്ല അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും ഫ്രസ്ട്രേഷൻ എന്തിനാണ് ഇവറ്റകൾക്ക്? സത്യം പറഞ്ഞ ഇവറ്റ കൊണ്ട് ഈ പറയിപ്പിക്കുന്ന തന്നെ ഇമാതിരി ഫാൻസുകളാണ്. ഇവറ്റകളാണ് ഇവന്മാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഈ സംഭവങ്ങൾക്ക്. ഇവർക്ക് വാപത്തി മിണ്ടാണ്ട് അറ്റ്ലീസ്റ്റ് അടുത്ത ഒരു കളി ജയിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ ടർഫാണ് വാറാണ് തോക്കും ജയിക്കും, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിണ്ടാണ്ടിരിക്കുക, വാപത്തി മിണ്ടാണ്ടിരിക്കുക. ഓക്കെ ഇത്രേ ഉള്ളൂ, ജി നമ്മൾ അടുത്ത വാർ നോക്കാം, നമ്മൾ സെറ്റ് ആയിട്ടില്ല, അപ്പൊ അടുത്തേലും നോക്കാം. അത് പറയുന്നതിന് പകരം അവിടെ വന്ന് കൊണ അടിച്ച് പിന്നെയും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് മടുത്ത് എന്നൊക്കെ സമ്മതിക്കണോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ പൊന്നു കുറച്ചു നേരം ഉറപ്പ് തന്നെ എനിക്ക് മടുത്ത്. ഷ്യോ ആലോചിക്കണം. സ്പോട്ടിൽ വന്നല്ല മൊയില്. ഇത് നേരത്തെ രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് മടുത്തു തീർത്തത്. കാസ്ട്രോ ലോക്കോഡൈസ് ഓർമ്മ വരുന്നുണ്ടോ? ലോക്കോഡൈസ് പോലെ ഒന്നുമില്ലടാ, അതൊന്നുമില്ല. ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ ആർക്കും ബാൻ കിട്ടിയെന്നടാ കക്ഷി. യെസ് കക്ഷി കക്ഷി ഇവിടെ ഉണ്ട്. ഹലോ ഇവിടെ ഉണ്ട്. ഞാൻ കാസ്ട്രോ ഗെയിം സി കെമാർക്ക് ബാൻ കിട്ടിയതല്ലേ? അല്ല ബാൻ കിട്ടിയെന്ന് വെച്ചാ അത് എന്തിനാ റീസൺ? ഇതന്നെയാണോ മറ്റേ അത് സെർവർ ഡിഫൈമേഷനോ അങ്ങനെ എന്തോ ആണ്. ബ്രെയിൻ ഇല്ലാത്ത വണ്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ. സീകെ പയ്യനോട് TVR KVA ടാഗുള്ള ഏതെങ്കിലും കണ്ടന്റ് എടുത്ത് അതിന്റെ കമന്റ് നോക്കിയ ഉമ്മാർ അതിലുണ്ടാവും. MRC ഫാൻസിന് എപ്പോഴാണ് കണ്ടാലേ ലൈവിലും ഉണ്ട്. കാരണം MRC മെമ്പർ ആരും ലൈവ് ഇടുന്നില്ല. ലൊട്ട ഫാൻസും. എടാ അവർ ലൈവ് ഇടുന്ന അതൊക്കെ ഓക്കെ, അതൊക്കെ അവരെ ഇഷ്ടം ഇതാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ലൈവ് ഇടാണ്ടല്ലേ ഇതൊക്കെ ഓക്കെ അവർ തോക്കുന്നൊക്കെ ഓക്കേടാ, അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വാറിൽ ഇതിലെ തോക്കും ഇതൊക്കെ പറയും. ഇത് കഴിഞ്ഞിട്ടുള്ള ഈ കൊണയാണ്, തോറ്റ് കഴിഞ്ഞിട്ടും കിടന്നുള്ള ഈ കൊണയാണ് കാണുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. അതായത് ഇത് നമ്മൾ ഈ ടർഫിന്റെ ഇത് വിടിയിട്ടിട്ട് കാണുമ്പോൾ അവരാണോ ജയിച്ചത് അല്ലെങ്കിൽ നമ്മളാണോ തോറ്റതെന്ന് നമുക്ക് തോന്നിപ്പോകും. കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാ, ഇതിപ്പോ നമ്മുടെ വീഡിയോ ആണോ അവരുടെ വീഡിയോ ആണോ എന്ന്. ഇവരുടെ ഫാൻസിന് അത്ര പോലും ഗഡ്സില്ല ഗാങ് മെമ്പേഴ്സിന്. Player has been indefinitely banned for ethnicity for the act of server degradation. Ban can only be revoked after an apology has been made for the management. അത് വലിയ ഇതായിരിക്കില്ല. അവൻ വന്നിട്ട് ഇത് പറഞ്ഞാൽ അതിന്റെ കയ്യിൽ VNV ജൂണിന് കിട്ടിയോ അവന്? ജൂണിന് OCC ചാറ്റ് വൈൽഡ് മറ്റേ അടി ചെയ്തല്ലേ.